ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു ഫ്രിസി ഹെയർ റൊട്ടീനാണ്. ഒരു കംപ്ലീറ്റ് റൊട്ടീനായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് ഫ്രിസി ഹെയറിനെ ഓക്കെ ആക്കാൻ പറ്റുന്ന കുറച്ച് നല്ല പ്രോഡക്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഫ്രിസി ഹെയർ ആണ്. ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുത്തേക്കാം. നിങ്ങൾ പലരും എൻ്റെ വീഡിയോസ് ഈ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കോലം കണ്ടിട്ടുണ്ടാവും. ഇപ്പം നല്ല രീതിയിൽ മാറ്റമുണ്ട്, എന്നാലും വല്ലപ്പോഴൊക്കെ ഫ്രിസി ആവാറുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം തേക്കുമ്പോഴേക്കും തന്നെ നല്ലൊരു കുറവ് വരാറുണ്ട്. കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മണ്ടിൽ കൊടുത്തേക്കാം. അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ചിലപ്പം ഹെൽപ്ഫുൾ ആയാലും. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റൊട്ടീൻസ് ഞാൻ കാണിച്ചു തരാം. ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഫ്രിസിനെസ് മാറ്റാനും ഇനി വെറ്റ് ആയിട്ടുള്ള ഹെയറിൽ ഫ്രിസിനെസ് മാറ്റാനും ഉള്ള പ്രോഡക്ട്സുകളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എളുപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷാമ്പൂ ഒരു കണ്ടീഷണറും ആയിരിക്കും. ഷാമ്പൂ നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുക. കണ്ടീഷണർ എനിക്ക് അത്യാവശ്യം ഫ്രിസിനെസ് കുറയ്ക്കുന്ന പോലെ ഫീൽ ചെയ്തൊരു കണ്ടീഷണർ ഇപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ഇത് വിഷ് കെയറിന്റെ മൾട്ടിപെപ്റ്റൈഡ് ആന്റി ഹെയർ ഫോൾ ഷാമ്പൂവിന്റെ കണ്ടീഷണറാണ്. ഈ ഒരു കണ്ടീഷണറിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രിസിനെസ് കുറയ്ക്കുന്ന ഒരു കണ്ടീഷണറാണ്. ഭയങ്കര ജെന്റിലാണ്, ഹെയർ ഭയങ്കര സോഫ്റ്റ് ആക്കുകയും ചെയ്യും. ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഷാമ്പു യൂസ് ചെയ്യാത്ത ഡേയ്സിൽ കണ്ടീഷണർ മാത്രം യൂസ് ചെയ്തും വാഷ് ചെയ്യാറുണ്ട്. കണ്ടീഷണർ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യാം, നമ്മൾ സ്കാൽപ്പിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. ഈവൻ സിറംസ് ആണെങ്കിലും, ഐ മീൻ ഹെയറിന് ഫ്രിസിനെസ് കുറയ്ക്കാൻ പറ്റുന്നതോ ഹീറ്റ് പ്രൊട്ടക്റ്റഡായിട്ടുള്ള സിറംസ് ആണെങ്കിലും ഇതൊന്നും ഉച്ചിയിൽ തേക്കരുത്. ഇവിടെ തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിയും. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ഈ ഒരു മിസ്റ്റേക്ക്, ഷാമ്പു തേക്കുന്ന പോലെ ഇങ്ങനെ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കും, അതുകൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവും. നിങ്ങൾ മുടിയിൽ മാത്രം കണ്ടീഷണർ കുറച്ച് എടുത്തിട്ട് മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യുക, എന്നിട്ടൊരു 1 മിനിറ്റ് വെയിറ്റ്, ദെൻ വാഷ് ഓഫ്. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് മാത്രം ഇച്ചിരി ഒരു ഫ്രിസിനെസ് ഉണ്ട്. ഇത് ഞാൻ എങ്ങനെയാ മാറ്റുന്നതെന്ന് കാണിച്ചു തരാം. ഒന്നേ നിങ്ങൾ ഈ ഒരു കണ്ടീഷണർ അത്യാവശ്യം നല്ലൊരു ഓൾട്ടർനേറ്റീവ് ലൈക്ക് ഓപ്ഷൻ ആണ്. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് തന്നെ ഒരു ഫ്രിസിനെസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതാണ്. ഇനി സിറംസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ബെസ്റ്റ് ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ലോറിയലിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സീറമാണ്. ഇതാണ് ഐറ്റം. ഈ ഒരു സാധനം കാണാൻ ഇച്ചിരി ചെറുതാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും. ഇതിന്റെ അത്ര ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ ഇത്രയും ഉള്ളു ഈ ബോട്ടിലിനകത്ത്. സ്റ്റിൽ ഇനി 1 മാസമെങ്കിലും യൂസ് ചെയ്യാനുള്ള സാധനം ഇതിനകത്തുണ്ട്. കാരണം എന്താ, ഇതേപോലെ ഒരു ലൈക്ക് ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് മാക്സിമം മതി നിങ്ങളുടെ ഹെയറിന്. ഇപ്പൊ എന്റെ ഹെയറിന്റെ ലെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ഹെയർ ലെങ്ത്തിന് ഞാൻ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാമപ്പ് ചെയ്യുക, എന്നിട്ട് ഹെയറിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുക. ഞാനിപ്പോ നിങ്ങൾ കാണിച്ച ഹെയർ ഇപ്പം ഷൈനിനെസ് കാണിച്ചു തരാം. സി, എൻ്റെ ഹെയർ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കണ്ടോ, എനിക്ക് ആ ഫ്രിസിനെസ് അങ്ങ് കുറഞ്ഞുണ്ട് മണ്ടയിലത്തെ. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്. അത്യാവശ്യം നല്ലൊരു ഹെയർ സിറമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതാണെങ്കിലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള നിങ്ങൾ ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യുന്ന സിറംസ് ആയിക്കോട്ടെ, എന്തോ ആയാലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. ഹെയർ ഗ്രോത്ത് സിറംസോ ഹെയർ ഗ്രോത്ത് ഓയിലോ അല്ലെങ്കിൽ ഷാംപൂസോ മാത്രം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇനി സെക്കൻഡ് സാധനം എൻ്റെ ഒരു മസ്റ്റ് ഹാവ് എന്ന് ഞാൻ പറയുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം. ലോങ് ലാസ്റ്റിങ്ങും ആണ്. നിങ്ങൾക്ക് ഇത്ര റേറ്റ് വലിയ കൂടുതലൊന്നുമില്ല, 500 അകത്താണ്. എന്നാലും വർത്ത് യുവർ മണി ഞാൻ പറയും. കാരണം നല്ല രീതിയിൽ ടൈം ലാസ്റ്റ് ചെയ്യും. അതുപോലെ ഈ ഒരു സിറം എന്ന് പറയുമ്പോൾ നമ്മളൊരു വാഷ് ചെയ്യുമ്പോഴേക്കും പോകും. പക്ഷെ മുടീനെ സ്ട്രെങ്ത് ആക്കാനും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഒന്ന് എന്താ പറയാ, ഇങ്ങനെ ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട്. ഇത് ഞാൻ മുന്നത്തെ പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉപയോഗിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേരുണ്ട് DMസിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. സോ ഒന്ന് ട്രൈ. ഇത് വിഷ് കെയറിന്റെ ട്രിപ്പിൾ ബോണ്ട് റിപ്പയർ ബൂസ്റ്റർ സിറമാണ്. എനിക്ക് തോന്നുന്നു ഇത് 500 റേഞ്ചിൽ എന്തോ ആണ്. 599 ആണ് ഇതിനകത്ത് MRP കാണിക്കുന്നത്. പക്ഷെ ആമസോണിൽ 4 സംതിങ് ആണ് നിങ്ങൾക്കുള്ളത്. 450 എന്തോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു ഐറ്റം യൂസ് ചെയ്യേണ്ട ഡാംപ് ആയിട്ടുള്ള ഹെയർ ആണ്. നിങ്ങൾ കുളിച്ച് മുടി ഒന്ന് ചെറുതായിട്ടൊക്കെ തോർത്തിട്ട് ചെറിയ നനവുള്ള മുടിയില്, ആ ഒരു മുടിയിൽ എത്ര ക്വാണ്ടിറ്റി എടുക്കണം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിന്റെ ക്യാപ്പ് ചെറുതായിട്ട് ഞാനൊന്ന് വലിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു സ്റ്റോപ്പറും വരുന്നുണ്ട്. സോ സ്പില്ലേജ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്റെ ഹെയർ ഡ്രൈ ആണ്. സോ എനിക്ക് തേച്ച് കാണിക്കാൻ പറ്റില്ല. എന്നാലും എത്ര എമൗണ്ട് എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പമ്പ് കണ്ടോ, വലിയ എമൗണ്ട് ഇല്ല. ഈ ഒരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻ്റെ ഇത്രയും മുടിയുള്ളവർക്ക് വരെ ലാസ്റ്റ് ചെയ്യും. സോ
ഇത്രയും ഒരു എമൗണ്ട് മതി. നിങ്ങൾക്ക് ഇത്തിരി കൂടി അങ്ങ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഒരു ഇത്തിരി ഇട്ടാൽ മതി. ഇതാണ് കണ്ടോ, ഇത്രയായിരിക്കും നിങ്ങൾക്ക് മാക്സിമം വേണ്ട ഒരു സാധനം. ഒരുപാട് ലെങ്ത് ഉള്ള ഹെയറിലും കൂടെ ഒരു ഇത്തിരി വന്നാലും നിങ്ങൾക്ക് ഇത് ഭയങ്കര ലാസ്റ്റ് ചെയ്യാം. ആ ഒരു ബോട്ടിലിന്റെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ, അത്രയും ലാസ്റ്റ് ചെയ്യാൻ. ഇത് ജസ്റ്റ് ഒന്ന് കയ്യിൽ റബ്ബ് ചെയ്യുക, ജസ്റ്റ് ഗോ ത്രൂ യുവർ ഹെയർ. ചെറിയ നനവുള്ള മുടിയിൽ മാത്രം ഇങ്ങനെ റബ്ബ് ചെയ്യുക. ജസ്റ്റ് പിന്നെ നമ്മൾ കെട്ടി വെക്കോ, എന്താണെന്ന് വെച്ചാൽ മുടി ഉണങ്ങി കഴിയുമ്പോഴേക്കും ഫീൽ ചെയ്യും ഭയങ്കര സോഫ്റ്റ് ആയിട്ടും ഫ്രിസിനെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞതും, അതുപോലെ ഹെയർ ഭയങ്കര എന്താ പറയാ ഹെൽത്തി ആയതുപോലെ ഫീൽ ചെയ്യും. കുറെ നാൾ യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് അത്യാവശ്യം ഹെയർ നല്ല രീതിയിൽ ഹെൽത്തി ആയതുപോലെ, സ്ട്രക്ചറൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയതുപോലെ. കാരണം ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഹെയർ ഹീറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് ലൈക്ക് ഹെയർ ഹീറ്റ് ഡാമേജ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു സാധനം യൂസ് ചെയ്തതിനു ശേഷം എൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലൊന്നും ആയിരുന്നില്ല എൻ്റെ ഹെയറിൻ്റെ ഒരു അവസ്ഥ. ഞാൻ പല ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഇനി സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് താഴെ പോയി സ്ക്രോൾ ചെയ്ത് തപ്പി നോക്കി കഴിഞ്ഞാൽ അവസ്ഥ അറിയാൻ പറ്റും. അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ പ്രോഡക്റ്റ്സിന് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. അപ്പം എല്ലാം ഓക്കെ അല്ലേ? ബൈ.